വെൽക്കം ബാക്ക് ടു ആര്യനവ. ഞങ്ങൾ ഇന്ന് കോയമ്പത്തൂർ പോവാണ്. അപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. റിയൽ എക്സ്പീരിയൻസ് വ്ളോഗാണ്. എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് ഞാനിതിൽ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ട്രാവൽ എക്സ്പെൻസ്, പോയിട്ടുള്ള സ്ഥലങ്ങൾ, പർച്ചേസ്, അവിടെ ഐറ്റംസ് കാര്യങ്ങൾ വർത്താണോ അല്ലയോ, എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് വരിക. ഇത് പാർട്ട് 1 ആണ് കേട്ടോ. ഓൾമോസ്റ്റ് 10 മിനിറ്റോളാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. രാവിലെ നമ്മൾ 7:45 ട്രെയിനാണ് കേട്ടോ കാലിക്കറ്റിൽ നിന്ന് പോയത്. ഒരു 360 ഉള്ളിലായിട്ടുണ്ടായിരുന്നു. 5 പേരുടെ ജനറൽ ടിക്കറ്റ് കേട്ടോ. ഓൾറെഡി ബുക്ക് ചെയ്യാത്തതുകൊണ്ട് സ്ലീപ്പറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്ന ടൈം ജസ്റ്റ് പോക്കി 2:30 മണിക്കാകുമ്പോഴാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ലഞ്ച് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. കോയമ്പത്തൂർ എത്തി നമ്മൾ അതിൻ്റെ പുറത്ത് സിറ്റിയിലേക്ക് ഇറങ്ങി. പിന്നെ ഗാന്ധിപുരത്തു നിന്ന് നമ്മൾ ഇഷ ഫൗണ്ടേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ടാക്സി ഓട്ടോ, ടാക്സി കാറ് ഒക്കെ നമ്മളെ സമീപിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇഷ ഫൗണ്ടേഷനിലേക്ക് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പല പല റേറ്റാണ് ഓരോരുത്തരും പറയുന്നത്. അപ്പോൾ 2-3 പേരോട് ചോദിച്ചിട്ട് മാത്രം നമ്മളൊന്ന് ചൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങൾക്ക് 200 ആയിരുന്നു പെർ ഹെഡ് അപ്പ് ആൻഡ് ഡൗണിന് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പോയിട്ട് 8 മണി 8 മണി വരെ ആയിരുന്നു ഞങ്ങൾക്ക് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1 അവറിൻ്റെ ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാറ്, പ്രൈവറ്റ് കാറ്, ബസ് കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ടൂറിസ്റ്റ് ബസ്സുകൾ എല്ലാ വണ്ടികളും ഉള്ളോട്ട് കയറുന്നുണ്ടായിരുന്നു. പക്ഷേ ഓട്ടോയ്ക്ക് മാത്രം എൻട്രൻസിന് പുറത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 1 കിലോമീറ്ററിൻ്റെ അടുത്തോളം നമ്മൾ നടക്കണം അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല വ്യൂസൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു 2-വേ റോഡും അതിൻ്റെ അപ്പുറം തന്നെ ഫുട്പാത്തും, പിന്നെ അതിൻ്റെ 2 ഭാഗത്തായിട്ട് ഒത്തിരി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വൈഡായിട്ടുള്ള ഒരു എംപ്റ്റി പ്ലേസ് ആണ് കേട്ടോ. ഒരുപാട് പച്ച പുല്ലൊക്കെ ഉള്ള ഒരു പ്ലേസ് ആണ്. പിന്നെ വെള്ളമുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. പോണ്ടെന്ന് പറഞ്ഞുകൂടാ, ഇനി അവർ എന്തോ പ്രത്യേകമായിട്ട് ഇതാക്കിച്ചാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒത്തിരി ഉള്ള പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി പശുക്കൾ, അങ്ങനത്തെ ഒരു നാച്ചുറൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തേക്ക് എത്തിയപ്പം ഒരുപാട് ഷോപ്പുകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒന്നും പറഞ്ഞുകൂടാ കേട്ടോ. പിന്നെ നമ്മൾ 3 മണിക്ക് എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെയും നമ്മൾ ആ ഒരു സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കാരണം നല്ല വെയിലായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ. ഒരു 4-5 ഷോപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. ഡ്രസ്സുകൾ, ഫാൻസി ഐറ്റംസ്. പക്ഷേ ഫാൻസി ഐറ്റംസ് ഒക്കെ ഹാൻഡ് മെയ്ഡ് തന്നെ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ശിവ സ്റ്റാച്ചു, അതാണ് നമ്മളൊരു ചെറിയൊരു സ്റ്റാച്ചുക്ക് തന്നെ വില ചോദിച്ചപ്പം 13,000 ഒക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വലുതിൻ്റെ ഞാൻ പറയണ്ടല്ലോ. പിന്നെ ഹോട്ടൽ, ഡ്രിങ്ക്സ്, ഐസ്ക്രീംസ്, ബജ്ജികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എല്ലാം നമ്മുടെ ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പം കുറച്ചുകൂടി പൈസ കൂടുതലായിരുന്നു. പിന്നെ ഒരു 5 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ആൾക്കാരൊക്കെ കൂടി വന്നിട്ടാണ്. പിന്നെ ഒരു സൺസെറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയി. കുറച്ചുകൂടി നമ്മൾ ആ സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ അവിടെ ഇരുന്ന് പിന്നെ ഫുള്ളൊന്ന് ചുറ്റിയൊക്കെ കണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാനിവിടെ പോയി വന്നതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഉള്ളിൽ കയറാൻ പറ്റുമെന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ അന്ന് പോയ ടൈമിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ലായിരുന്നു. അവിടെ നമുക്ക് ഒരു 6:45 വരെയൊക്കെ നമുക്ക് ചുറ്റും എക്സ്പ്ലോറൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ 6:45 കഴിഞ്ഞാൽ അവരെല്ലാവരെയും വിളിച്ചിട്ട് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആക്കുന്നുണ്ട്. കാരണം അവിടെ ലൈറ്റ് ഷോ സെറ്റപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഫോട്ടോസൊക്കെ വേണ്ടവർ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ. പിന്നെ അതിൻ്റെ മാല ശരിക്കും ഒത്തിരി രുദ്രാക്ഷങ്ങൾ കൊണ്ട്, എത്ര എണ്ണമെന്നൊന്നും എനിക്കറിയില്ല, ലക്ഷക്കണക്കിനുണ്ടാകും, ഐ തിങ്ക് സോ. അപ്പോൾ ഈ രുദ്രാക്ഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചുരുക്കുള്ളൊരു മാലയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എടുത്തുനിന്ന് കാണാൻ വേണ്ടി. ശരിക്കും എടുത്തെത്തിയപ്പോഴാണ് അതെനിക്ക് മനസ്സിലായത്. ദൂരത്തു നിന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലായി ജൂട്ടാണെന്ന് അതിന് വിചാരിച്ചു. വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര റിലാക്സ് ചെയ്ത് ഇവിടെ എടുത്തെങ്ങാനാണെങ്കിൽ ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല സ്പോട്ടായിരുന്നത്. നല്ല ക്രൗഡഡാണ്. അതൊക്കെ ഒരുപാട് പശുക്കൾ വരുന്നത്. വെയിലൊക്കെ താണേരം നമ്മളവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒത്തിരി പശുക്കളൊക്കെ വരുന്നത് കണ്ടിട്ടോ. അതിൻ്റെ കഴുത്തിൽ ഈ മണി കെട്ടിയോണ്ട് അതിൻ്റെ കിലുക്കം ഇങ്ങനെ ഉണ്ടായിരുന്നു. എക്സാക്റ്റ് 7 മണിക്കാണ് ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 7 മണി തൊട്ട് 7:30 വരെയുള്ളൊരു ടൈം ഒരു പ്രാർത്ഥന, പിന്നെ ഓരോ നിർദ്ദേശങ്ങൾ തരിക, അങ്ങനെ ഓരോരോ ഇതൊക്കെയായിരുന്നു. പിന്നെ 7 ആകുമ്പോഴായിരുന്നു ലൈറ്റ് ഷോ കേട്ടോ. ലൈറ്റ് ഷോൻ്റെ ഒരു 5 മിനിറ്റ്സോളം ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കാണാം. You can witness this wondrous and powerful video imaging show every day at 7 p.m. For a better
in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they call him a yogi, as he was the first one, the Adi Yogi. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോ അവിടെ വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ വെച്ചാണ് കേട്ടോ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂരാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തിരുപ്പൂർ പോയിട്ട് തിരുപ്പൂർ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്നാണ് പ്ലാന്. അപ്പോൾ തിരുപ്പൂർ പോയിട്ട് അവിടെ സ്റ്റേ നിൽക്കാമെന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. നല്ല റഷായിരുന്നു സ്റ്റേഷനിൽ. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അടുത്ത് വന്നിട്ടുള്ള ലോക്കൽ ട്രെയിനിൽ തന്നെ കയറിയിട്ടോ. നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ. അതുകൊണ്ട് വീഡിയോസ് കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ തിരുപ്പൂർ എത്തുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ റൂംസ് നമ്മൾ നോക്കി, കുറേയൊക്കെ ഫില്ലായിട്ടുണ്ട്. അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം നമ്മൾക്ക് റൂം സെറ്റായിട്ടോ. അപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങാമെന്നാണ് പ്ലാന്. അങ്ങനെ നമ്മൾ അതിൻ്റെ താഴെ തന്നെയുള്ള ഒരു തട്ടുകടയിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ ഒരു എവറേജ് കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു കേട്ടോ. കൊത്തു പൊറാട്ടയും ചിക്കനും ഗ്രേവി ഒക്കെ കഴിച്ച് നമ്മളന്ന് നേരെ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഡേയിൽ വ്ളോഗ് കേട്ടോ.